മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന 8 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സൂചന. വീണയുടെ ഉടമസ്ഥതയിലുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡാറ്റയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കാകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകുന്നത്. വിദേശ വിനിമയ ചട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് റെസിഡന്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്നും വിദേശ അക്കൗണ്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. പഠനം, യാത്രകൾ, ചികിത്സ, ഇൻഷുറൻസ്, ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്ന് പല വിദേശ വിനിമയ കേസുകളിലും സുപ്രീം കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഏറ്റവും നിർണായകമായ മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്ത് നിന്നോ ഇന്ത്യയിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാസപ്പടിയായോ മറ്റ് സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നേരിട്ട് വരും. ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി നികുതി പിടിച്ചടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വിദേശ വരുമാനത്തിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ പോലും വിദേശ വിനിമയ ചട്ട നിയമപ്രകാരമുള്ള കേസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും പേടിസ്വപ്നമായ ഒന്നാണ് ഫെഫ നിയമം. കാരണം ഇത്തരം കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം മാത്രമല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത വകുപ്പുകൾ കൂടി ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരം ലഭിക്കും. അച്ഛന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നതിനപ്പുറം വീണയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായി തോന്നുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതികരിക്കുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീണയെ കരുവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേസിൽ കേന്ദ്ര ഏജൻസികൾ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് കേന്ദ്രത്തിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ വഴി മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകുക. വിദേശ വിനിമയ ചട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടിലേക്ക് അയക്കാൻ നിയമപരമായി സാധിക്കുക. ഇതിൽ വരുത്തുന്ന ഏതൊരു ക്രമക്കേടും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരിക. വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയ്ക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതും ഇഡി ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കിയിട്ടുണ്ട്. തനിക്ക് വിദേശത്ത് നിലവിൽ അക്കൗണ്ടുകളില്ല എന്ന വാദമാണ് വീണ ചോദ്യം ചെയ്യലിൽ ഉടനീളം ഉയർത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം.